നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 1799 കർക്കടകം 32 വൈകിട്ട് 7:46 സൂര്യൻ കർക്കടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാണ്. കലാപുരുഷൻ്റെ 5ാം ഭാവരാശിയുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഊർജം തരുന്ന ഗ്രഹമാണ് സൂര്യൻ. ഭൗതിക താല്പര്യങ്ങളെ നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും സൂര്യനാണ്. ആത്മാവ്, പിതാവ്, ആരോഗ്യം, ശക്തി എന്നിവയുടെ കാരകൻ കൂടിയായ സൂര്യൻ്റെ രാശിമാറ്റം 12 രാശിക്കാരെയും ബാധിക്കും. അതിൽ വളരെ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന രാശിക്കാരെ പറ്റിയാണ് ഞാനിന്നിവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യമായി മിഥുനക്കൂറിനെ പറ്റി സംസാരിക്കാം. മിഥുനക്കൂറ് മകയിരമര, തിരുവാതിര, പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനത്തിൻ്റെ 3ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 3ാം ഭാവാധിപനാണ് 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് സൂര്യൻ്റെ ചിങ്ങത്തിലെ സ്ഥിതി. സൂര്യൻ്റെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാർക്ക് നല്ല ഉത്സാഹവും ശക്തിയും ചൈതന്യവും എല്ലാം നൽകും. ഈ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ടാകും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കൊടുക്കും. ഉദ്യോഗസ്ഥർക്ക് പദവികൾ ലഭിക്കും. സ്വന്തം അധികാരം ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ കഴിയും. എല്ലാവരുടെയും ബഹുമാനവും പ്രശംസയും ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സുകാർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ബുദ്ധി വികസനത്തിൻ്റെ സമയമാണ്. ഉന്നത പഠനത്തിനുള്ള അവസരം ലഭിക്കും. വിദേശത്ത് പഠനത്തിന് പോകാൻ കഴിയും. മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സ്കിൽ പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണിത്. രാഷ്ട്രീയക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും. ഈ സമയത്ത് ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ആത്മീയ ചിന്തകൾ കൂടുകയും ചെയ്യും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പൊതുവെ ഈ സമയത്ത് മിഥുനക്കൂറുകാർക്ക് മനസ്സുഖവും സന്തോഷവുമാണ് ഫലം. ഇനി മീനക്കൂറിനെ പറ്റി സംസാരിക്കാം. പൂരിട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനത്തിൻ്റെ 6ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. മീനക്കൂറുകാർക്ക് ധാരാളം സമ്പത്ത് കയ്യിൽ വരാനുള്ള സമയമാണ്. വർഷങ്ങളായി ഉണ്ടായിരുന്ന കടം വീട്ടാൻ പറ്റും. ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരുമായി സന്തോഷാനുഭവങ്ങൾ പങ്കിടാൻ കഴിയും. രോഗികളായി കിടപ്പിലായിരുന്നവർക്ക് പരിപൂർണ സുഖം പ്രാപിക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും വിജയവും കാര്യലാഭവും ഉണ്ടാകും. എല്ലാവരിൽ നിന്നും ആദരവ് ലഭിക്കുന്ന ഒരു സമയമാണ്. ദേഹസ്ഥിതി വളരെ നല്ലതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബിസിനസ്സുകാർക്ക് തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടി പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ കഴിയും. ഉദ്യോഗാർത്ഥികൾക്ക് വിചാരിക്കുന്ന ജോലി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വൻ വിജയങ്ങൾ ലഭിക്കും. ശത്രുക്കൾ ഇല്ലാതാകും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും സമയം വളരെ നല്ലതാണ്. ഗവൺമെൻറ്റിൽ താൽക്കാലിക ജോലിയിലിരുന്നവർക്ക് സ്ഥിര ജോലിയായിട്ട് മാറും. സന്തോഷവും ആഹാര വസ്ത്രാദി ലാഭവും ലോക ബഹുമാനവും ഉണ്ടാകും. ചുരുക്കത്തിൽ കടം, രോഗം, ശത്രുത എന്നിവ ഇല്ലാതാകും. അടുത്തതായിട്ട് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികത്തിൻ്റെ 10ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഏത് പ്രവർത്തനത്തിലും വിജയമുണ്ടാകും. ഇവരുടെ 10ാം ഭാവാധിപനാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇവർ ഗവൺമെൻറ്റിൽ ഏത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുവോ ആ ജോലി കിട്ടാൻ സാധ്യതയാണ് കാണുന്നത്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ കിട്ടും. കീർത്തിയും പ്രഭുത്വവും ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രവൃത്തി മണ്ഡലത്തിൽ വൻ വിജയങ്ങളാണ് കാണുന്നത്. അതുമൂലമുണ്ടാകുന്ന വൻ സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ നല്ല സഹകരണം ഉണ്ടാകും. ഇത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ശത്രുക്കളെല്ലാം മിത്രങ്ങളാകും. അങ്ങനെയുള്ള ഒരു അവസരമാണിത്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും. പിതൃ സ്വത്ത് കിട്ടാനുള്ള അവസരമാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള ഏതെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ കിട്ടാനുള്ള സമയമാണ്. ആരോഗ്യവും അഭീഷ്ടലാഭവും ഉണ്ടാകും. കണ്ടകശനിയുടെ പ്രഭാവത്തിൽ കഴിഞ്ഞിരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഇത് നല്ലൊരു സമയമാണ്. ഇനി തുലാൻ രാശി. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ ചേർന്നതാണ് തുലാൻ രാശി. തുലാമിൻ്റെ 11ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 11ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ആരോഗ്യവും സ്ഥാനമാനങ്ങളും ധനപ്രാപ്തിയും ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും തൊഴിലിൽ വൻ നേട്ടങ്ങളുണ്ടാകും. അതിൽ നിന്ന് വൻപിച്ച ധനവരവും ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് കാണുന്നത്. ഒരു സമുദായത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ നേതാവാകാൻ
കഴിയുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് അധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുന്ന സമയമാണ്. കോടതി കേസുകളിൽ വിജയം ലഭിക്കും. കുടുംബത്തിൽ ആഘോഷങ്ങളുണ്ടാകും. മക്കളുടെ വിവാഹങ്ങൾ നടക്കും. ജ്യേഷ്ഠ സഹോദരനുമായി സ്നേഹത്തിലാകും. ധാരാളം ധനം കയ്യിൽ വന്നു ചേരുന്ന സമയമാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. ആരോഗ്യവും തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ കിട്ടാനുള്ള അവസരമാണ്. കുട്ടികൾക്ക് വിദേശ പഠനത്തിന് പോകാനും കഴിയും. ചുരുക്കത്തിൽ സന്തോഷപ്രദമായ ഒരു ജീവിതമായിരിക്കും. മേൽപ്പറഞ്ഞ 4 രാശിക്കാർക്കും സൂര്യൻ്റെ ചിങ്ങത്തിലേക്കുള്ള രാശിമാറ്റത്തിൽ കൂടുതൽ സുഖാനുഭവങ്ങൾ കിട്ടും. മറ്റുള്ള രാശിക്കാർക്ക് ദോഷഫലങ്ങൾ വലുതായി ഒന്നും അനുഭവപ്പെടുകയില്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. എല്ലാ രാശിക്കാരും ശിവഭഗവാനെ ധ്യാനിക്കുക, ശിവൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.